വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഊമ്പിയിരിക്കുന്നു. ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് 7-8 തവണ ഫോണിലേക്ക് കോൾ വന്നായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഫോണിൽ സൈലൻ്റ് ആയിപ്പോയി. 5 മിസ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അരമണിക്കൂറായിട്ട് തന്നെ വിളിക്കും. 9 തന്നെ വിളിക്കുമായിരുന്നു. ഞാൻ 9:30 കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ലോഡ് ചെയ്യാനിട്ടുണ്ട്. പച്ചയാണ്. ചുമലകത്തി കഴിഞ്ഞാൽ അവർ ലോഡ് ചെയ്യും. ലോഡിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഷിപ്പിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രെയിലർ പുള്ളി ചെയ്ത് ഡോർ അടച്ചിട്ട് അകത്തേക്ക് വന്ന് പേപ്പർ കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സീലിട്ടു. നമുക്ക് പേപ്പർ വർക്കെല്ലാം കിട്ടി. നമ്മുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇതിപ്പം ലോഡുള്ളത് 48,000 പൗണ്ട് ഉണ്ട്. 14-16 എന്നൊക്കെ പറയുന്നത് കറക്റ്റ് മാക്സ് ടു മാക്സ് ആണ്. ഇഞ്ചോട് ഇഞ്ചാണ്. എന്തായാലും കല്ലി വരി കാനഡ കൂടെ ഓടുന്നത്. ഇഫ് ഇറ്റ്സ് നോട്ട് റൈറ്റ് ഡു ഇറ്റ് അറ്റ് നൈറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. ശരിയല്ലെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ രാത്രി ഓടിച്ചോളൂ. രാത്രി സ്കെയിലും ഒന്നുമില്ല എന്നും പറഞ്ഞ് ആരും രാത്രി ഓടിക്കില്ല, പോലീസ് പിടിക്കും. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് വയ്ക്കുന്ന സ്ഥലമുണ്ട്. നമുക്കിനി അവിടെ പോയിട്ട് വെയിറ്റ് കൂടെ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് സ്കെയില്. നമുക്ക് 84,660 ഗ്രോസ് നടക്കുന്നത്. ശരിക്കും 80,000 പറ്റത്തുള്ളൂ. അയ്യോ, മൈ മാത്ത് ഈസ് നോട്ട് മാത്തിങ്. കണക്ക് പഠിക്കാൻ വിട്ട സമയത്ത് കണക്ക് പഠിക്കണമായിരുന്നു. കണക്ക് കൂട്ടി നോക്കാം. ഇനി മാത്തമാറ്റിക്സ് ടൈം. നമ്മളങ്ങനെ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഊമ്പിയിട്ടുണ്ട്. വെയിറ്റ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ 4,650 LB ഓവർ വെയിറ്റാണ്. RCMBയുടെ ഓഫീസ് അവിടെ തന്നെ 1-2 ട്രക്ക് കിടപ്പുണ്ടല്ലോ. ബാർക്കിസിനാലിലേക്ക് 150 കിലോമീറ്റർ. നമ്മൾ 110 km/h സ്പീഡിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇതെന്തായാലും 100 ലോക്കാം. ഞാൻ ഇതിപ്പോൾ പോകുന്നത് നമ്മൾ ടൊറൻറ്റോയ്ക്കാണ് ഈ ഓട്ടം എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിസിനായിട്ട് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ടൗൺ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ടാബർ. അങ്ങനെ നമ്മൾ മെഡിസിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൽക്കൂടെ ആ കാണുന്ന പാലമാണ് ഹൈവേ 1. നമുക്ക് അതിലൂടെയാണ് പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ സസ്കാച്ചുവൻ, ലെഫ്റ്റ് കാൽഗറി. നമുക്കിപ്പോൾ ലെഫ്റ്റ് പോകണം. കാരണം നമ്മുടെ ഡീസലടിക്കുന്ന ഗ്യാസ് സ്റ്റേഷൻ അവിടെയാണ്. അവിടെ നിന്ന് ഡീസലടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഈ വഴി തന്നെ അങ്ങോട്ട് പോകും. പരിപാടി എന്ന് പറയുന്നത് എങ്ങനെയായാലും സ്വിഫ്റ്റ് കറണ്ട് നമുക്കൊന്ന് പാസ്സായി എടുക്കണം. അത് എത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി കവർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് കറണ്ട് സ്കെയിലിപ്പോൾ നിലവിൽ അടച്ചിട്ടേക്കുക. വെയിറ്റ് വയ്ക്കാൻ പറ്റത്തില്ല. അവിടെ മറ്റേ ബാരിക്കേഡെല്ലാം വെച്ചേക്കുക. അവിടെ ബാരിക്കേഡ് വെച്ചേക്കുക. അല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ വെയിറ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമായിരുന്നു. ശരിക്കും പ്രോപ്പർ സ്കെയിലിൽ കയറിയിട്ട്. ആ ലെഫ്റ്റ് സൈഡിലൊരു ട്രക്ക് കയറുന്നതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ടിം ഹോട്ടൽസ്. അവിടെ അത്യാവശ്യം പാക്ഡ് ആട്ടോ. സ്പേസ് ഉണ്ട്. ഈ ട്രക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന അല്ല, നമുക്ക് പോയേക്കാം, മുന്നോട്ടേക്ക് പോയേക്കാം. ചേഞ്ച് ഓഫ് പ്ലാൻസ്. മോസ്ജോ എന്ന ലക്ഷ്യത്തോടെ നമ്മൾ വണ്ടി ഓടിച്ച് ഉറക്കം വന്നു. അപ്പം നമ്മളിത് മോഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി കേട്ടോ. 1 കിലോമീറ്ററേ ഉള്ളൂ.
ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയ ലൈറ്റുകളുണ്ട്, ഒരു ചെറിയൊരു ഇതാണ്, ചെറിയൊരു ടൗണാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇന്ന് രാത്രിയിൽ വെളുപ്പിനായി നമ്മൾ അവിടെ എന്തായാലും വണ്ടി ഒതുക്കാൻ തീരുമാനിച്ചു. അവിടെ ഒരു പഞ്ചാബി ധാബയുണ്ട്. അപ്പം അതിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നമുക്ക് പോയി കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ ഉച്ചയ്ക്കാകും തോന്നുന്നു വണ്ടി എടുക്കുമ്പോഴത്തേനും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ തീർത്തിട്ടുണ്ട്. സ്ലീപ്പറിലേക്ക് പോയി. ഇപ്പോൾ സ്ലീപ്പറിലാണ്. ഇനിയിപ്പോൾ 8 മണിക്കൂറിന് ശേഷം, 8 10 മണിക്കൂറിന് ശേഷം നമ്മൾ ഇവിടുന്ന് പിന്നെ വണ്ടി എടുക്കുന്നതായിരിക്കും. നേരെ കാണുന്നതാണ് പഞ്ചാബി ധാബ. ഇനിയിപ്പോൾ നാളെ പകൽ വെട്ടത്ത് ഇനി ബാക്കി പരിപാടികളെല്ലാം കാണും. അപ്പോൾ എന്തായാലും